ഹലോ ആൻഡ് ഹായ് എവരി വൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. രേണുസുധിയുടെ വീടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം അത് ഞാൻ അങ്ങനെ സംസാരിക്കാറില്ല. വളരെ ചുരുക്കം അവസരങ്ങളിൽ വളരെ റെലവൻ്റ് ആണെന്ന് തോന്നിയതിനു ശേഷമാണ് സംസാരിക്കുന്നത്. ആദ്യമൊക്കെ സംസാരിച്ചിരുന്നു, പക്ഷെ പിന്നീട് മനസ്സിലായി ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആദ്യമൊക്കെ അവരെ സപ്പോർട്ട് ചെയ്യാൻ സംസാരിച്ചിരുന്നു കേട്ടോ. കാരണം ഒരു സ്ത്രീ അവരുടെ സാഹചര്യത്തെ അതിനെ അതിജീവിക്കാനുള്ള ശ്രമം നടത്തുമ്പോൾ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടുന്ന ഒരു കാര്യം. എന്നൊരു പൂർണ്ണമായ ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് റീച്ചിന് പിന്നാലെ ഓടുന്നത് കണ്ടപ്പോൾ ഒന്നോ രണ്ടോ തവണ പറഞ്ഞു നെഗറ്റീവ് റീച്ചിന് പിന്നാലെ പോവുകയാണ് എന്നുള്ള സംഭവം. പിന്നീട് തീരുമാനിച്ചു ഞാൻ ആ വിഷയം സംസാരിക്കില്ല. അല്ലാതെ സംസാരിച്ചിട്ടുള്ളത് ആ ഒരു വിഷയത്തിന് ഒരു സോഷ്യൽ റെലവൻസ് ഉണ്ട് എന്ന് തോന്നുമ്പോഴാണ്. ഇപ്പോൾ ഈ ഒരു വിഷയം വീടുമായിട്ട് ബന്ധപ്പെട്ട് വന്ന കാര്യം, അതിന് സംസാരിക്കേണ്ട ഒരു കാര്യമുണ്ട്. കാരണം ചാരിറ്റി ചെയ്യാൻ ആഗ്രഹിക്കുന്ന, മറ്റുള്ളവർക്ക് തങ്ങൾക്കുള്ളതിൽ നിന്ന് മറ്റുള്ളവർ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന പല വ്യക്തികൾക്കും വേദനയുണ്ടാക്കുന്ന ഒരു വിഷയമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ വീഡിയോ മറ്റൊരു റിയാക്ഷൻ വ്ളോഗ്സ് ചെയ്ത് കണ്ടിട്ടുണ്ടാവും. പക്ഷെ എനിക്ക് വ്യക്തിപരമായ ഒരു കാര്യം ഇതിനകത്ത് ആഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് കൂടെയാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. അത് നമ്മൾ രേണുസുധി പറഞ്ഞ കാര്യവും പിന്നീട് ആ ഫിറോസ് എന്ന വ്യക്തി, അതിന് നേതൃത്വം നൽകിയ വ്യക്തി, ഒരു വാട്സപ്പ് കൂട്ടായ്മ, അതിന് നേതൃത്വമുള്ള വ്യക്തി പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും ഒക്കെ കണ്ടതിന് ശേഷം അതിനുള്ള റിയാക്ഷനും പിന്നെ ഞാൻ പറഞ്ഞ പോലെ വ്യക്തിപരമായ ചില കാര്യങ്ങൾ കൂടെ ആഡ് ചെയ്തിട്ടാണ് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. നമുക്ക് ആദ്യം രേണുസുധിയുടെ ആ സംഭവം ഒന്ന് കേട്ടു നോക്കാം. പുതിയ വീട്ടിലെ ഈ മഴ പെയ്യുമ്പോഴത്തേക്കും ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വെള്ളം ഇറങ്ങുന്നുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ചോരുന്നുണ്ട്, അത് ഇങ്ങനെ ആ ചില്ലിട്ട ആ ഭാഗത്ത് നല്ലൊരു ചോർച്ചയുണ്ട്. മഴ പെയ്യുമ്പോൾ നന്നായിട്ട് ചോരുന്നുണ്ട്. അത് ക്ലിയർ ആക്കാൻ പറ്റുന്നില്ല. എനിക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ അറിയത്തില്ലല്ലോ. ചോരുന്നുണ്ട്. അപ്പം നമ്മളിപ്പോൾ നല്ലൊരു വീടാണ് അവർ തന്നെ നമുക്ക് എല്ലാവരും പറയുന്നത് എന്താ പറയുക, ദാനം തന്ന വീടല്ലേ, എന്താണ് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ കമൻസ് വരുന്നുണ്ട്. ശരി, ദാനം തന്നത് വലിയ കാര്യം തന്നെയാണ് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തത്. ഞങ്ങൾക്ക് എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്തത്. അപ്പം അതിനൊക്കെ ഒരുപാട് നന്ദി. മഴ പെയ്യുമ്പോൾ ചോരുന്നുണ്ട്, അത് കുഴപ്പമില്ല, നമുക്കത് പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ. ബെഡ്റൂമിലൊക്കെ ലീക്ക് ഉണ്ടോ? ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്നിടത്ത് ഋതപ്പം കിടക്കുന്നിടത്ത് ചോരുന്നുണ്ട്. ഹോളിലുണ്ടല്ലോ? ആ, ഹോളിൽ നന്നായിട്ടുണ്ട്. ലിവിങ്ങിൽ ഉണ്ട് ചോർച്ച ഉണ്ട്. ആ ബിൽഡേഴ്സുമായിട്ടൊന്ന് കോൺടാക്ട് ചെയ്ത് അങ്ങനെ ഞാൻ അവരുമായിട്ട് കോൺടാക്ട് ഒന്നുമില്ല. എൻ്റെ നമ്പറൊന്നും ഇല്ല. പിന്നെ എന്തെങ്കിലും കോൺടാക്റ്റിൻ്റെ വേറെ ആളും അതായത് പപ്പയാണ് തോന്നുന്നു കോൺടാക്ട് ചെയ്യുന്നത്. അവർ ചെയ്തൊക്കെ നല്ല കാര്യം കേട്ടോ. അങ്ങനെ ഒരിക്കലും നമ്മൾ നെഗറ്റീവ് പറയുന്നില്ല. ചോരുന്നുണ്ട്. അല്ലാതെ ആ വീട് വലിയൊരു വീട് തന്നെയാണ്. ഏറ്റവും വലിയൊരു അനുഗ്രഹം തന്നെയാണ്. വീട് കയറി കിടക്കാതെ നമുക്ക് വാടക ഒന്നും കൊടുക്കാതെ അവർ തന്ന വലിയൊരു ഉപകാരം തന്നെയാണ് കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. പിന്നെ ഞങ്ങൾ നിൽക്കുന്നതിനാണോ അറിയില്ല, ഇവിടെ എല്ലാവരും കിടന്നിട്ടും ഞാൻ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു എങ്ങനെയും വല്ല വാടകയ്ക്ക് പോയാൽ. പക്ഷേ അതിനുള്ള കാശ് എൻ്റെ ഇല്ല. അതുകൊണ്ടാണ്. കാരണം ഈ കേട്ട് മടുത്ത് കുഞ്ഞുങ്ങളുടെ ഇവിടെ കുഞ്ഞിനെ ഇപ്പോൾ ഒറ്റയ്ക്കാക്കാൻ പറ്റത്തില്ല നമുക്ക്. അല്ല, ഞാനിങ്ങനെ എനിക്ക് ഇതൊക്കെ കേട്ട് ആലോചിക്കുന്നതെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ തീരുമാനിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ കേട്ട് മടുത്തത് ഏതെങ്കിലും കിച്ചു അവിടെ പഠിക്കുന്ന കൊല്ലത്ത് ഋതപ്പനെ ഒറ്റയ്ക്ക് അവിടെ നിർത്താൻ പറ്റത്തില്ല. കുഞ്ഞാണ്, അവന് 5 വയസ്സേ ഉള്ളൂ. 6 വയസ്സായില്ല, 5 വയസ്സിലാണ്. ആ കുഞ്ഞിനെ ആ വീട്ടിനകത്ത് ഒറ്റയ്ക്ക് നിർത്താൻ ആർക്കെങ്കിലും പറ്റില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ താമസിക്കുന്നത്. അതിൻ്റെ പേര് കേൾക്കാവുന്നതിന് മാക്സിമം കേൾക്കും. ബക്കറ്റ് ധാരവല്ലേടി, ചവിട്ടി ധാരവല്ലേടി എന്നൊക്കെ പറഞ്ഞ് കുറേ കേൾക്കുന്നുണ്ട്. ഞാൻ ആലോചിച്ച് 10 വയസ്സൊക്കെ ആയിട്ട് എങ്ങനെയും വാടകയ്ക്ക് താമസിക്കണമെന്നൊക്കെ ഇങ്ങനെ ഒരു ചിന്തയുള്ളൂ. എനിക്കറിയില്ല, എന്താ മക്കളുടെ വീടാണ്, നമുക്ക് താമസിക്കാം. പക്ഷേ ഈ ആൾക്കാർ വെറുതെ ഓരോന്ന് സത്യം അറിയാതെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ ഒരു ചെറിയ വിഷമം. രേണുസുധി, ഇതിലും ഭേദം നിങ്ങളെ സഹായിച്ച വ്യക്തികളെ പച്ചക്ക് 4 തെറി പറയുന്നതായിരുന്നു. നിങ്ങൾ ഇതിനകത്ത് നിങ്ങൾക്ക് ദാനം കിട്ടിയതാണ് എന്നുള്ളത് നിങ്ങൾ അക്നോളജ് ചെയ്യുന്നു. വലിയ കാര്യമാണ്. ഒരു കയറി കിടക്കാൻ വീടുണ്ട് എന്നെല്ലാം പറഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് ഫിക്സ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം അത് പറയുന്നുണ്ട്. പരിഹരിക്കാവുന്ന കാര്യമേ ഉള്ളൂ, പരിഹരിക്കാവുന്ന വിഷയമേ ഉള്ളൂ. ഈ പരിഹരിക്കാവുന്ന വിഷയം ഈ വീഡിയോയിലൂടെ വന്ന് പുറത്തു പറയേണ്ട ആവശ്യം എന്താണ്? ആ അനാവശ്യമാണ് വിമർശിക്കപ്പെടുന്നത്. ഈ ദാനം കിട്ടിയ പശുവിന് പല്ല് നോക്കാൻ പാടില്ലെന്ന് പറയും, ശരിയാണ്. എന്നാലും ഇന്നത്തെ കാലത്ത് ചെറിയ പല്ല് നോക്കുന്നത് തെറ്റൊന്നുമില്ല, ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കൊടുക്കുന്നവനെ ശ്രദ്ധിക്കണം, നല്ലതാണ് എന്നുള്ളത്. പക്ഷെ അത് പരസ്യമായിട്ട് പറയുന്നത് ചെറ്റത്തരം, ക്ഷമിക്കണം, ആ വാക്ക് ഉപയോഗിക്കാൻ പാടില്ല, പരനാരിത്തരം എന്നേ പറയാൻ പറ്റുള്ളൂ. ഇപ്പം നിങ്ങൾ ഇതിനകത്ത് ആ ചോർച്ചയുടെ കാര്യം പറഞ്ഞു. സത്യത്തിൽ ചോർച്ച എന്താണെന്ന് രേണുവിന് അറിയാമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതിലേക്ക് വരുന്നതിന് മുമ്പ് ഈ വീട് വെക്കാനായിട്ടൊക്കെ നേതൃത്വം നൽകിയ ഫിറോസ് പറയുന്ന കാര്യത്തിലെ ചില കാര്യങ്ങൾ കേട്ടു നോക്കാം. നമസ്കാരം. ഇതിനു മുമ്പ് ഒരു വീഡിയോ നിങ്ങൾ കണ്ട് രേണുസുധി അവർക്ക് കിട്ടിയ വീടിനെ കുറിച്ച് പറയുന്നത്, വീട് ചോരുന്നുണ്ട് എന്നുള്ളത്. സത്യത്തിൽ അതൊരു പച്ചക്കള്ളമാണ്. ആ വീട് ചോരുന്നില്ല. അത് 100 അല്ല, 200 അല്ല, എത്ര ശതമാനം വേണമെങ്കിലും നമുക്ക് ഉറപ്പോട് കൂടെ പറയാൻ കഴിയും. ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ വളരെ നല്ല രീതിയിൽ ചെയ്തു കൊടുത്ത ഒരു വീടാണത്. സുധിയുടെ 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുത്തൊരു വീടാണത്. ചോരുന്നുണ്ട് എന്ന് അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അതിൻ്റെ വീടിൻ്റെ ഫ്രണ്ട് എലിവേഷൻ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരു ബ്ലാക്ക് ലൂവേഴ്സ് വരുന്നുണ്ട്. ആ ലൂവേഴ്സ്, സെയിം ലൂവേഴ്സ് നമ്മൾ അതിൻ്റെ സൈഡ് എലിവേഷനിൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. ആ ലൂവേഴ്സിൻ്റെ അവിടെ ഗ്യാപ്പ് ഉണ്ട്, ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട് ലൂവേഴ്സിൻ്റെ ഉള്ളിൽ കൂടെ. അത് ഹൈറ്റിലാണ് വരുന്നത്. അപ്പോൾ ശക്തമായ കാറ്റും ശക്തമായ മഴയും ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഉള്ളിലൂടെ വെള്ളം ശീതലടിച്ച് കയറുന്നുണ്ട് ആ വീട്ടിലേക്ക്. അത് ഞാൻ അംഗീകരിക്കുന്നു. അപ്പോൾ അതിനെയാണ് ഇവർ വളരെ മോശമായ രീതിയിൽ നമ്മൾ ഉണ്ടാക്കി കൊടുത്ത വീട് ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഗുണനിലവാരമില്ല എന്ന രീതിയിൽ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിക്കുന്നത്. ആക്ച്വലി ഈ വീട് ഒരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ നമ്മളൊരു വീട് എന്ന് മാത്രമാണ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമ്മളെല്ലാ വർഷവും ഓരോ വീടുകൾ വെച്ച് പാവപ്പെട്ട അല്ലെങ്കിൽ അർഹരായ ആൾക്കാർക്ക് ചെയ്തു കൊടുക്കാറുണ്ട്.
അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ വീടും നമ്മൾ സുധിയുടെ പറക്കാൻ പറ്റാത്ത 2 കുഞ്ഞുങ്ങളുടെ പേരിൽ ചെയ്തു കൊടുക്കാൻ താല്പര്യം കാണിച്ചതും അതിനായിട്ട് മുന്നോട്ട് ഇറങ്ങിയതും. പക്ഷേ ആ വീട് പണി കഴിയുന്നതിൻ്റെ മുമ്പായിട്ട് ഞങ്ങൾക്ക് ഫർണിച്ചർ അവിടെ ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ TV ആഡ് ചെയ്യാൻ പറ്റി, അതേപോലെ കിച്ചൺ കബോർഡുകൾ, ബെഡ്റൂം കബോർഡുകൾ, ബെഡ്, ടേബിൾ, ഡൈനിങ് ടേബിൾ, സോഫ, TV, അതേപോലെ വാട്ടർ ഫിൽറ്റർ, വാട്ടർ പ്യൂരിഫയർ, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഞങ്ങൾക്ക് ചെയ്തു കൊടുക്കാൻ കഴിയും. അതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. അതിന് സഹകരിച്ച ഒരുപാട് പേരുണ്ട് ഞങ്ങളുടെ കൂടെ. നമ്മളൊന്നും ഒരിക്കലും ലൈഫിൽ എന്താ പറയുക, ഇതുവരെ കാണാത്ത, ഇതുവരെ കണ്ടുമുട്ടാത്ത ഒരുപാട് ആൾക്കാർ നമ്മുടെ പുറകിലുണ്ടായിരുന്നു. ഇനി എൻ്റെ ഭാഗത്തുനിന്നും നല്ലൊരു എമൗണ്ട് അതിനകത്ത് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് എൻ്റെ ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭം ആണ് ഞാൻ കോൺട്രിബ്യൂട്ട് ചെയ്തത്. ഞാനങ്ങനെ ബിസിനസ്സിൽ കിട്ടുന്ന ലാഭം ഒരു ശതമാനം, ഒരു നിശ്ചിത ശതമാനം ഞാനങ്ങനെ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ചിലവഴിക്കുന്ന ഒരു വ്യക്തിയാണ്. അത് തന്നെയാണ് എൻ്റെ ബിസിനസ്സിൻ്റെ വളർച്ചയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഞാൻ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഞങ്ങൾ കൂടുതൽ പലരും ചെയ്തിട്ടുണ്ട്. വളരെ ദൂരം നിന്നൊക്കെ വന്നിട്ട് അവിടെ കഷ്ടപ്പെട്ടിട്ട്, അതായത് സഹായിക്കാൻ ക്യാഷ് ഒന്നും ഇല്ല അവരുടെ കയ്യിൽ, പക്ഷെ അവർ അവിടെ നിന്നിട്ട് ഫ്ലോറിംഗ് വർക്ക് ചെയ്ത കുറച്ച് പിള്ളേരുണ്ട്, അതേപോലെ ടെക്സ്ചർ ചെയ്ത കുറച്ച് ആൾക്കാരുണ്ട്. അതായത് അവരുടെ അന്നത്തെ കൂലി കിട്ടിയിട്ടാണ് അവരുടെ കുടുംബം കഴിയുന്നത്. പക്ഷെ എന്നാലും അവർ 5-10 ദിവസം അവിടെ വന്ന് പണിയെടുത്ത് അവർക്ക് ചെയ്തു പോയ ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറയുന്ന സകലവിധമായ ആൾക്കാർക്കും വിഷമമുണ്ടാകുന്ന, അല്ലെങ്കിൽ വളരെയധികം ഡിസപ്പോയിന്റഡ് ആകുന്ന ഒരു വീഡിയോ ആയിരുന്നു ഇന്നലെ മുതൽ സോഷ്യൽ മീഡിയ വഴി ഈ പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ ഭയങ്കര വിഷമമുണ്ട്. നമ്മൾ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ട് അവസാനം നമ്മൾ ഒന്നുമല്ലാതായി പോകുന്ന ഒരു അവസ്ഥ, അത് വല്ലാത്തൊരു വേദനയാണ്. അപ്പോഴും നമ്മൾ ആലോചിക്കും, ആ പുള്ളിക്കാരൻ്റെ അവസ്ഥ ഒന്ന് മനസ്സിലാക്കണം. എനിക്ക് സംഭവം നേരിട്ട് അറിയാവുന്നതുകൊണ്ടാണ് എനിക്ക് സങ്കടം വരുന്നുണ്ട് ഇത് പറയുമ്പോഴേക്കും. ആക്ച്വലി കഷ്ടപ്പെട്ട് പണിയെടുത്തിട്ടേ വരുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് പൈസയൊന്നും കൊടുക്കാനുണ്ടാവില്ല. അങ്ങനെയുള്ള ആളുകൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ അവരെ കൊണ്ട് പറ്റുന്ന കാര്യം അവർക്ക് കായികപരമായിട്ട് സഹായിക്കുക എന്നുള്ളതാണ്. അപ്പം ചില ആളുകൾ, ഞാൻ നേരിട്ടുള്ളത് പറയാണ്, ചില ആളുകൾ അവരുടെ ദിവസമുള്ള ജോലി ഈ കൂലിപ്പണിക്ക് പോലുള്ളതാണ്. എനിക്കറിയാം എത്ര കഷ്ടപ്പെടണം പണി എന്നുള്ളത്. ഒരു ദിവസം രാവിലെ 8 മണിക്ക് 5 മണി വരെ, ഇടയ്ക്ക് ബ്രേക്കൊക്കെ ഉണ്ടില്ല എന്നല്ല ഞാൻ പറയുന്നത്, ആ ജോലിയും കഴിഞ്ഞ് വന്നിട്ട് ഇതുപോലെ സഹായിക്കാൻ പോകുന്ന കുട്ടികളുണ്ട്. അതേപോലെ ഞായറാഴ്ച ഒരു ദിവസം അവർക്ക് വിശ്രമിക്കാൻ കിട്ടുന്ന ആ സമയത്ത് ഇതേപോലെ മറ്റുള്ളവർക്ക് വേണ്ടി സഹായിക്കാൻ ഇറങ്ങിത്തിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരുടെയൊക്കെ മുഖത്ത് കരിവാരി തേക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റാണ് ഈ പറഞ്ഞത്. ഞാൻ അന്നേരം രേണുവിനോട് ചോദിച്ചു, രേണുവിന് ചോർച്ച എന്താണെന്ന് അറിയാവോ? ചോർച്ച ജീവിതത്തിൽ അനുഭവിച്ചിട്ടുണ്ടോ? ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. 3 മാസം എൻ്റെ ജീവിതത്തിൽ 3 മാസം വീടില്ലാതെ ഞങ്ങൾ നടന്നിട്ടുണ്ട്. വീടില്ലാന്ന് പറഞ്ഞാൽ ലിറ്ററലി വീടില്ല. ഞാൻ, എൻ്റെ അപ്പൻ, അമ്മ, എൻ്റെ അനിയൻ, ഞാൻ എൻ്റെ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു, അനിയൻ ഒരു 4ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഞങ്ങൾ എൻ്റെ കൊച്ചാപ്പൻ്റെ അവർ വീട് പണിയുന്നതിന് വേണ്ടി തറകെട്ടിയിട്ടിരിക്കുകയാണ്. വലിയ ചെറിയൊരു വീട് തറകെട്ടിയിട്ടിരിക്കുന്നു. അതുകൊണ്ട് അവരും ഒരു ചെറിയൊരു ചെറ്റക്കുടിൽ പോലെ ഉണ്ടാക്കിയിട്ട് അതിനകത്ത് ഒരു താമസിക്കുക. അതിനകത്ത് എല്ലാവർക്കും നിൽക്കാനുള്ള സ്ഥലമില്ല. പ്രായമായ അമ്മൂമ്മയുണ്ട്. അപ്പം എല്ലാവർക്കും അതിനകത്ത് നിൽക്കാനുള്ള സ്ഥലം. അതുകൊണ്ട് ഞങ്ങൾ രാത്രി കിടന്നുറങ്ങുന്ന എവിടെയെന്ന് അറിയാം, ഈ തറയിൽ മണൽ നിറച്ചിട്ടുണ്ട്. അതിൽ പലക വിരിച്ചിട്ട് ആ പലകയുടെ മേളിൽ പുല്ലുവായിട്ട് ആണ് കിടന്നുറങ്ങുക. ഞങ്ങളുടെ മേൽക്കൂര എന്ന് പറയുന്ന ആകാശമായിരുന്നു. ഭിത്തി എന്ന് പറയുന്നത് സൈഡിൽ കാണുന്ന കണ്ടൽക്കാട്, അതേപോലെ ഇപ്പുറത്ത് കാണുന്ന പുൽപ്പുറം, ഇതൊക്കെയാണ് വീടിൻ്റെ ഭിത്തി എന്ന് പറയുന്നത്. അങ്ങനെ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട്. മഴ പെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ ഒരു വഴിയില്ല. ഒന്നല്ലെങ്കിൽ ഈ കണ്ടലടിയിൽ പോയിരിക്കും, അല്ലെങ്കിൽ പുസ്തകങ്ങളൊക്കെ നനയാതെ വെച്ചിരിക്കുന്നത് ഒരു ആടിൻ്റെ, പഠിക്കുന്ന പുസ്തകത്തിൻ്റെ, അതുപോലെ ഉടുക്കുന്ന ഉടുപ്പിൻ്റെ കാര്യം ഞാൻ പറയുന്നത്, അതൊക്കെ നനയാതിരിക്കാൻ വെച്ചിരിക്കുന്നത് ഈ ആടിനെ വളർത്തുന്ന കൂടിൻ്റെ ഒരു ഭാഗത്തായിട്ടാണ് വെച്ചിരിക്കുന്നത്, നനയാതിരിക്കുന്നതിന് വേണ്ടി. അപ്പം ഞങ്ങൾ ഈ മരത്തിനിടയിലൊക്കെ പോയി നിൽക്കും രാത്രി, എങ്ങാനും മഴ പെയ്താൽ നനയാതിരിക്കാൻ. പിന്നീട് ഒരു അമ്മാമ്മയാണ് ഞങ്ങൾക്ക് ചെറിയൊരു വാടകയ്ക്ക് ഒരു വീട് തന്നത്. ആ അമ്മാമ്മയായിട്ട് ഞങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ ഒരു അടുപ്പമുണ്ട്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് വിൻസെൻ്റ് ഡി പോൾ സൊസൈറ്റി എന്നൊരു സൊസൈറ്റി ഉണ്ടായിരുന്നു. അത് ഞാൻ പറഞ്ഞ പേഴ്സണലായിട്ടൊരു കാര്യം പറയാനാണെന്ന് പറഞ്ഞത്. അവരാണ് ഞങ്ങൾക്ക് 2000 രൂപ നൽകുന്നത് വീട് വെക്കുന്നതിന് വേണ്ടി. അങ്ങനെ ഞങ്ങൾ ഒരു വീട് വെച്ചു. എന്നെ സംബന്ധിച്ച ഒരു കൊട്ടാരമായിരുന്നു കേട്ടോ ആ സമയത്ത്. കാരണം നിങ്ങൾ ആകാശം കൂരെ കിടക്കുന്നവന് ഓലമേഞ്ഞ വീടാണെങ്കിൽ അത് വലിയ കൊട്ടാരമായിരിക്കും. അവിടെ കിടന്നുറങ്ങിയപ്പോൾ ഞങ്ങൾ അനുഭവിച്ചൊരു സന്തോഷമുണ്ട്. അതൊന്നും ഒരിക്കലും ജീവിതത്തിൽ മറക്കാനേ പറ്റില്ല. ആ വീട് ഉണ്ടാക്കാൻ ഇതേവരെ ആയിരുന്നു എൻ്റെ ഡാഡിയുടെ കൂട്ടുകാർ, കൊച്ചാപ്പൻ്റെ കൂട്ടുകാർ, അവരൊക്കെ വന്നിട്ടാണ് ഈ വീടിൻ്റെ പണി. അവർ ജോലി കഴിഞ്ഞ് വന്നിട്ട് രാത്രി, അന്ന് ഈ കരണ്ടും വെട്ടവും വിളിച്ചൊന്നുമില്ല, മണ്ണെണ്ണ വിളക്ക് കത്തിച്ച് അതിൻ്റെ വെട്ടത്തിൽ, അല്ലെങ്കിൽ പെട്രോമാക്സ് എന്ന് പറയുന്നൊരു വിളക്കുണ്ടായിരുന്നു അന്ന്, ആ വിളക്കിൻ്റെ വെട്ടത്തിൽ വെച്ചിട്ടാണ് ഈ വീടിൻ്റെ പണിയൊക്കെ തീർത്തത്. അത് ഓലമേഞ്ഞ വീടായിരുന്നു. കുറച്ച് കഴിയുമ്പോഴേക്കും ഓലമേഞ്ഞ വീട് അറിയാലോ, അത് ദ്രവിക്കാൻ തുടങ്ങും ഓല, അത് വീണ്ടും ചോരാൻ തുടങ്ങി. ആ ചോർച്ച എന്ന് പറയുന്നത് ഞങ്ങൾക്ക് 4 പേർക്കും കൂടി ഇരിക്കാനായിട്ടൊരു വീടിൻ്റെ ഒരു മൂല മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാ വശത്തും ചോർന്നൊലിക്കും. ലിറ്ററലി വെള്ളം വീഴാണ് വീടിനകത്തേക്ക്. അങ്ങനെ ഒരു ചോർച്ചയൊക്കെ രേണുസുതി കണ്ടിട്ടുണ്ടോ? എന്താ നിങ്ങളീ പറഞ്ഞത്? ഒരു ശക്തമായ മഴ വരുമ്പോൾ ചാറ്റലടിച്ച് കയറുന്നതിനാണ് ഈ ചോർച്ചയെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ അവതരിപ്പിച്ചത്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഞങ്ങളപ്പോൾ വിൻസെൻ്റ് ഡി പോൾ വരെയൊക്കെ എന്തൊക്കെ പറയണം.
അന്ന് ഈ പറഞ്ഞ യൂട്യൂബ് ചാനലൊന്നുമില്ല. അല്ല ഇന്നത്തെ കാലമാണെങ്കിൽ പറയാം, ഞങ്ങളത് വിളിച്ച ആൾക്കാർ പറയാം എന്ത് പരമാരത്തരമായിരിക്കും അത് ചെയ്യുന്നത്. അത് മനസ്സിലാക്കാനുള്ള സാമാന്യബോധം ഈ സ്ത്രീക്കില്ലെന്ന് നേരത്തെ അറിയാം. അത് ഇല്ല. അവരും കൂടെയുള്ളവരും സപ്പോർട്ട് ചെയ്യുന്നവരൊക്കെ ഒരേ ലെവലിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും ഇപ്പം മാറ്റി പറയുന്ന സാഹചര്യം ഉണ്ടായി. ഞാൻ കണ്ടിട്ടുണ്ട് പല വ്ളോഗേഴ്സും നേരത്തെ സംസാരിച്ചിരുന്നത് തെറ്റിപ്പോയി, അന്ന് അങ്ങനെ സപ്പോർട്ട് ചെയ്ത് തന്നെ തെറ്റായിപ്പോയി എന്ന് വിചാരിക്കുന്ന സാഹചര്യം ഇപ്പോൾ ഉണ്ട്. അയാള് ഇമോഷണലായിട്ടാണ് അത് അവസാനിപ്പിക്കുന്നത്. ഇനി അതിനകത്ത് എനിക്ക് ദേഷ്യം തോന്നി, എന്നാലും തെറി പറയണമെന്ന് തോന്നിയ കാര്യം ഇതിന് ശേഷം പറഞ്ഞതാണ്. വീട് നിർമ്മാണം കഴിഞ്ഞ ആദ്യഘട്ടത്തിൽ തന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് അവർക്കൊരു വർക്ക് ഏരിയ ഉണ്ടാക്കി കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മൾ വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് പോലും ഈ വീട് നിർമ്മാണം കഴിഞ്ഞ സമയത്ത് ഇതിന്റെ ഫണ്ട് തികയാതെ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് വെച്ചിട്ട് പേഴ്സണലായിട്ട് എൻ്റെ കയ്യിൽ നിന്ന് അവിടെ പൈസ ഇറക്കി നമ്മളത് വൃത്തിയിൽ ചെയ്ത് കൊടുത്തിട്ടാണ് അവിടെ വരുന്നത്. അപ്പോൾ നമ്മൾ ഫണ്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അവർ നമ്മളോട് പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ യൂട്യൂബേഴ്സിനെ വിളിച്ചിട്ട് ഞങ്ങളത് പറയും, ഞങ്ങൾക്കിവിടെ വർക്ക് ഏരിയ ഇല്ല, അപ്പോൾ വർക്ക് ഏരിയ ഉണ്ടാക്കി തരാൻ വേണ്ടിയിട്ട് ഞങ്ങൾ അവരോട് പറയും. അങ്ങനെ ആരും ഉണ്ടാക്കി തന്നെ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിയിലൊരു ഭീഷണിയുടെ സ്വരം ഉണ്ടെന്ന് വെച്ചാൽ ഉണ്ടെന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ അവർ സംസാരിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, നിങ്ങൾ ആർക്കൊണ്ടേ ചെയ്യിച്ചോളൂ, ഞങ്ങൾ ഇനി ഫണ്ടില്ല എന്ന് പറയും. അത് കഴിഞ്ഞ് അന്ന് നമ്മൾ ഈ വീട് ഇവർക്ക് കൈമാറുന്ന മാസംഘടന 1 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ചിട്ടാണ് അവർ അന്നത്തെ ഹൗസ് വാമിങ്ങിന്റെ പരിപാടി അവിടെ നടത്തിയത്. നമ്മളാരും അവിടെ ഭക്ഷണം കഴിക്കാൻ അല്ലെങ്കിൽ അത് നിന്നിട്ടുണ്ട് വെച്ചാൽ അവർ എത്ര ആൾക്കാരെ കരുതിയെന്ന് നമുക്കറിയില്ല. ഭക്ഷണം തയ്യാതെ വരുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാവുന്ന വെച്ചിട്ട് നമ്മൾ ഒരാൾ പോലും അവിടെ ഭക്ഷണം കഴിക്കാൻ നിന്നിട്ടില്ല. പിന്നെ കാലത്ത് പരിപാടി കഴിഞ്ഞ് നമ്മൾ ഉച്ചയാകുമ്പോൾ പോവുകയും ചെയ്തു. ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അവരെ ബുദ്ധിമുട്ടിക്കാനോ അല്ലെങ്കിൽ അവരെ വിളിച്ച് ശല്യം ചെയ്യാനോ അല്ലെങ്കിൽ അവരെ നമ്മുടെ മുമ്പിൽ ഓച്ചാനിച്ച് നിർത്താനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിനൊന്നും ഞങ്ങൾ ഇതുവരെ അവിടെ പോകുക അവരെ ബന്ധപ്പെടുകയൊന്നും ചെയ്തില്ല. പക്ഷെ പിന്നെ ഈ ലൂസിൻ്റെ ഉള്ളിൽ കൂടെ വെള്ളം വരുന്ന ഈ സംഭവം, വെള്ളം ചെയ്തടിക്കുന്ന സംഭവം അവർ പറഞ്ഞപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യും, 4000 രൂപ എടുത്ത് കഴിഞ്ഞാൽ ഒരു ഗ്ലാസ് അവിടെ ഇടിപ്പിക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. അവർക്ക് അതൊന്നും ചെയ്യാൻ കഴിയില്ല. അവിടെ ക്ലോക്ക് ഫിക്സ് ചെയ്തത് താഴ്ത്ത് വീണ് കഴിഞ്ഞാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയിട്ട് അത് ശരിയാക്കി കൊടുക്കും. അവർക്ക് മോട്ടർ കത്തിയിട്ട് അതിന് വിളിച്ചു, അത് ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ. അവിടെ ഒരു ഫ്യൂസ് പോയി കഴിഞ്ഞാൽ ഞങ്ങൾ പോയി ശരിയാക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു ബൾബ് ഫ്യൂസ് ആയി കഴിഞ്ഞാൽ ഞങ്ങൾ ശരിയാക്കി കൊടുക്കണം. നമ്മൾ അവരുടെ പറഞ്ഞത് നിങ്ങൾക്ക് നമ്മളൊരു വീട് നല്ലൊരു വീട് തന്നെ അതിന്റെ മെയിൻ്റെനൻസ് ഞങ്ങൾ കൂടെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് അവിടെ ലോക്കലായിട്ട് മറ്റുള്ള രീതിയിൽ ചെയ്യാൻ പറ്റുന്ന മെയിൻ്റെനൻസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരു വീഡിയോ അവർ ഇടുമെന്നും നമ്മളെ സമൂഹത്തിൽ മോശക്കാരാക്കുമെന്നൊന്നും നമ്മളൊരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. എന്തായാലും ഇതിനോടുകൂടി എനിക്ക് പറയണമെന്ന് വെച്ചാൽ ഇതോടുകൂടെ നമ്മൾ ഈ പരിപാടി നിർത്തി. എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കുന്നുണ്ട്. നമ്മുടെ ഗ്രൂപ്പ് വഴി എന്തെങ്കിലും പല കാര്യങ്ങൾക്കും അസുഖത്തിന് ചികിത്സിക്കാനും അതേപോലെ തന്നെ വീടുണ്ടാക്കി കൊടുക്കാനും അതേപോലെ പല രീതിയിൽ പല സഹായങ്ങൾ അഭ്യർത്ഥിച്ചിട്ട് ഒരുപാട് ആൾക്കാർ പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കുന്നുണ്ട്. ഇവരോടൊക്കെ എനിക്ക് പറയാണെന്ന് വെച്ചാൽ ഇത് ഞങ്ങളുടെ ലാസ്റ്റ് പ്രൊജക്റ്റാണ്. ഇതോടുകൂടെ ഞങ്ങൾ ഈ പരിപാടി അവസാനിപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് മതിയായി. എന്നുവെച്ചാൽ അത്രയധികം പെയിനും എഫേർട്ടൊക്കെ എടുത്തുണ്ടാക്കിയൊരു വീടാണിത്. ഇത് നമ്മൾ ചെയ്തു കൊടുത്തത് ഈ വീട് സുധിയുടെ 2 മക്കളും സുധിയുടെ ഭാര്യയും അതേപോലെ തന്നെ സുധിയുടെ അമ്മയും അവിടെ വന്ന് നിൽക്കുമെന്നായിരുന്നു ഞങ്ങളെല്ലാം പ്രതീക്ഷ. അത് തന്നെയായിരുന്നു അവർ നമ്മുടെ അടുത്ത് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി അവിടെ സുധിയുടെ വീട്ടുകാർ ആരും ഇല്ല. അവിടെ എല്ലാം രേണുവിന്റെ വീട്ടുകാരാണ് അവിടെ താമസിക്കുന്നത്. അതൊക്കെ അവരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ്. അതിനകത്ത് നമ്മൾ ഇടപെടേണ്ട ആവശ്യമില്ല. ഞാനിപ്പോൾ ഇന്നലെയും സുധിയുടെ മൂത്തമാനെ വിളിച്ച് ഞാൻ സംസാരിച്ചിരുന്നു, കോൺഫിഡൻഷ്യലായിട്ട് സംസാരിച്ചിരുന്നു. അവന് അവൻ്റെതായ വിഷമങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് സോഷ്യൽ മീഡിയ വഴി പറഞ്ഞിട്ട് ഞാനിപ്പോൾ അതൊരു വിവാദമാക്കാനോ അല്ലെങ്കിൽ അതിലൊരു മുതലെടുപ്പ് നടത്താനോ അല്ലെങ്കിൽ എന്തായാലും ഞാൻ ഇനി ബാക്കിയുള്ള ഭാഗം പ്ലേ ചെയ്യുന്നില്ല. അത് വ്യക്തിപരമായിട്ട് പറഞ്ഞ ചില കാര്യങ്ങളാണ്. അതും അദ്ദേഹത്തിന്റെ മാന്യതയാണ്. അത് പബ്ലിക് ആക്കാനായിട്ട് പുള്ളി ഉദ്ദേശിക്കുന്നില്ല. ആ സംഭവം സുധിയുടെ മകനുമായിട്ട് സംസാരിച്ച കാര്യം എന്തൊക്കെ ചില വശപ്പിശൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും കേട്ടോ, അത് അവരുടെ ഫാമിലിയുടെ കാര്യം, വ്യക്തിപരമായ കാര്യം. 2 കാര്യങ്ങൾ. ഒരു വീട് നിങ്ങൾക്ക് വെച്ച് തന്നു കഴിഞ്ഞാൽ അവിടെ ഒരു മെയിൻ്റനൻസ് നടത്തുക, അതിനും കൂടെ മറ്റുള്ളവർ നിങ്ങളെ സഹായിക്കണോ? നിങ്ങളുടെ സാഹചര്യം മനസ്സിലാക്കാം. ഇപ്പൊ എത്രയോ ചാനലിൽ നിങ്ങൾ ഇന്റർവ്യൂ കൊടുക്കുന്നു, അവിടെ വീഡിയോ ചെയ്യുന്നു, ഇവിടെ വീഡിയോ ചെയ്യുന്നു, സോഷ്യൽ മീഡിയ മൊത്തം നിങ്ങളുടെ വീഡിയോ ആണല്ലോ. ഒരു വരുമാനമില്ലേ നിങ്ങൾക്ക്? എങ്കിലും നിങ്ങൾ ചിന്തിക്കണം, നിങ്ങൾ ചൂഷണം ചെയ്യപ്പെടുകയാണെന്നുള്ളത്. നിങ്ങൾ വെച്ച ആൾക്കാർ കാശുണ്ടാക്കുന്നുണ്ട്. എന്തിനു പറയുന്നു? റിയാക്ഷൻ വീഡിയോ ചെയ്യുന്ന ഞങ്ങൾക്ക് വരെ ഈ വീഡിയോ ചെയ്യുമ്പോഴേക്കും വ്യൂസ് വന്നു കഴിഞ്ഞാൽ അതിന് കാശ് കിട്ടും. ഉള്ളതുപോലെ പറയണമല്ലോ. നിങ്ങൾക്ക് ഒരു വരുമാനമില്ലെന്നാണ് പറയുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് നിങ്ങളൊരു കാര്യം ചോദിക്കാനുണ്ട് കേട്ടോ. കുറച്ച് നാളുകൾക്ക് മുമ്പ് ഈ ഫ്ലവേഴ്സ് ചാനലിലെ ഈ പ്രോഗ്രാം, ഇവരുണ്ടായിരുന്ന ഒരു കോമഡി പ്രോഗ്രാം ഉണ്ടല്ലോ, ആ പ്രോഗ്രാമിന്റെ പ്രൊഡ്യൂസറായിരുന്ന ഒരു വ്യക്തി ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞ കാര്യമാണ്. അത് ഞാൻ പറഞ്ഞത് അന്നേ രേണുസുധിയുടെ വിഷയം എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഇന്റർവ്യൂ കണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഒരു കണ്ടന്റ് ഉണ്ടാക്കാതിരുന്നത്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇവർക്കൊരു സ്ഥാപനത്തിൽ ഒരു ജോലി വാങ്ങിക്കൊടുക്കാൻ തയ്യാറായിരുന്നു, പക്ഷെ അവർക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നില്ല. യെസ്, നമുക്ക് ഇഷ്ടമുള്ള ജോലി സ്വീകരിച്ചാൽ മതി, ഇഷ്ടമില്ലാതെ ജോലി ചെയ്യണമെന്ന് പറയുന്നില്ല. പക്ഷെ ഒരു 4000 രൂപ കൊടുത്ത് അത് ഫിക്സ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിങ്ങൾക്കുള്ളത് എങ്കിൽ എന്തുകൊണ്ട് അതുപോലുള്ളൊരു ജോബ് ഓഫർ താൽക്കാലികമായി നിങ്ങൾ സ്വീകരിച്ചില്ല? അപ്പോൾ നിങ്ങൾക്ക് ഈ പറയുന്ന സോഷ്യൽ മീഡിയയിലെ നെഗറ്റിവിറ്റിയും അതിലൂടെ വരുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് താല്പര്യം, ആ റീച്ച് കൊള്ളാമെന്ന് തോന്നി അതിന്റെ പിന്നാലെ ഓടി. ഓക്കെ, അതിനെക്കുറിച്ച് പറഞ്ഞാൽ കൂടിപ്പോവും. പക്ഷേ ആ ഭീഷണിയുടെ, ഇയാൾ പറയുന്നത് ഭീഷണിയല്ല, പക്ഷേ ഭീഷണിയാണ് നിങ്ങൾ ചെയ്തത്. ഞങ്ങളിത് ഒരു വർക്ക് ഏരിയ ഉണ്ടാക്കി തരണം, ദാനം കിട്ടിയ പശുവിന് പല്ല് ഉണ്ടോ നോക്കോ, എന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ അതിനൊരു സ്വർണ്ണമണി കൂടി കെട്ടിത്തരണമെന്ന് പറയുന്നുണ്ടല്ലോ, അത് പരമബോറാണ് ആ പറയുന്നത്. വർക്ക് ഏരിയ ഇല്ല എങ്കിൽ നിങ്ങൾ കുറച്ച് സമ്പാദിച്ചുണ്ടാക്കണം. നിങ്ങൾ ജോലി ചെയ്യും, നിങ്ങൾ നാടകത്തിൽ അഭിനയിക്കാൻ പോകുന്നു. എനിക്കറിയാം വലിയ വരുമാനമൊന്നും ഉണ്ടാവില്ല നാടകത്തിൽ അഭിനയിക്കാൻ പോയി കഴിഞ്ഞാൽ. പക്ഷേ ഈ സോഷ്യൽ മീഡിയ വഴി നിങ്ങൾക്കൊന്നും കിട്ടുന്നില്ലേ? അത് നിങ്ങൾ ഈ ഓൺലൈൻ മീഡിയസ് വെറുതെ വെച്ചുകൊണ്ട് നടക്കുകയാണോ?
മോശമായ അർത്ഥത്തിലല്ല കേട്ടോ. അവരുടെ റീച്ചിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുക മാത്രമാണ് ചെയ്യുന്നത്. കഷ്ടം. ഒരു ക്ലോക്ക് നിലത്ത് വീണെങ്കിൽ അത് ഫിക്സ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയില്ലേ? ഒരു ആണി എടുത്ത് അടിച്ചുറപ്പിച്ച് ഒരു ക്ലോക്ക് തിരിച്ച് ഫിക്സ് ചെയ്യാൻ പറ്റില്ലേ? ഫ്യൂസ് മാറ്റിക്കെട്ടാൻ പറ്റില്ലേ? അതുപോലും അറിയാത്തവരാണോ നിങ്ങളുടെ വീട്ടുകാരും? പപ്പ ഇവരുത്തനെതിരെ കേസ് കൊടുക്കാൻ വേണ്ടി ചാടി ഇറങ്ങുന്നുണ്ടായിരുന്നല്ലോ. കൊല്ലുമെന്ന് വരെ ഭീഷണി ഉണ്ടെന്നൊക്കെ ഏതൊരു വീഡിയോയുടെ അതിന്റെ തമ്മിലിൽ കണ്ടു. അതിന്റെ അകത്തെന്താണെന്ന് എനിക്കറിയില്ല, ഞാൻ കണ്ടില്ല. കാരണം ഞാൻ പറയില്ല, സബ്ജക്റ്റ് ഞാൻ കാണാതെ വിടുന്ന ഒരു വിഷയമായതുകൊണ്ട്. അതിനൊക്കെയുള്ള സാമർത്ഥ്യം ഉണ്ടല്ലോ. ഒരു ഫ്യൂസ് കെട്ടാനുള്ള സാമർത്ഥ്യം ഇല്ലേ? ഒരു മോട്ടോർ ഫ്യൂസ്ഡ് ആയി കഴിഞ്ഞാൽ അതൊന്ന് ഫിക്സ് ചെയ്യാൻ പോലും നാട്ടുകാർ സഹായിക്കണമെന്നാണോ പറയുന്നത്? അപ്പൊ അങ്ങനെയുള്ള സാഹചര്യത്തിൽ വരുന്നതുകൊണ്ടാണ് പലരും പറയുന്നത് ചവിട്ടിയും ബക്കറ്റും അടക്കം എന്ന് പറഞ്ഞ് നിങ്ങളെ അപമാനിക്കേണ്ട സാഹചര്യം വരുന്നത്. അങ്ങനെ ചെയ്യുന്നത് ശരിയല്ല. പക്ഷെ അതിനുള്ള അവസരം നിങ്ങൾ ഉണ്ടാക്കി വെക്കുന്നുണ്ട്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അദ്ദേഹം അവസാനം പറഞ്ഞ കാര്യമാണ്. ഇതോടെ ഞങ്ങളുടെ മനസ്സ് ചത്തു, ഇനി ഇങ്ങനെ ഒരു പരിപാടിക്ക് ഞങ്ങളില്ല. ഇത് ഞാൻ ഇതിന് മുന്നേ ചെയ്തൊരു വീഡിയോ പറഞ്ഞതാണ്. നിങ്ങൾ ഈ കാണിച്ചു കൂട്ടുന്നതൊക്കെ അവസാനം സംഭവിക്കാൻ പോകുന്നത് നിങ്ങളോടൊപ്പം നിന്നവരെ, നിങ്ങളെ സഹായിച്ചവർക്ക് മനസ്സുമെടുക്കും. നാളെ മറ്റൊരാൾ ഒരു ജെന്യുവിനായുള്ള കേസിൽ സഹായം അന്വേഷിക്കുമ്പോൾ അവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. അന്ന് പറഞ്ഞ കാര്യം കൃത്യമായിട്ട് സംഭവിച്ചിരിക്കുകയാണ്. ഇദ്ദേഹം, എനിക്ക് തോന്നുന്നില്ല കേട്ടോ, നല്ല മനുഷ്യരെ ആളുകളൊന്നും ഒരിക്കലും ഓക്കെ എന്ത് പണ്ടറങ്ങലിട്ട് അങ്ങനെ സംഭവിച്ചു എന്ന് കരുതിയിട്ട് അടുത്തൊരു വിഷയം വരുമ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാറുള്ളത്. ഓക്കെ, അത് സംഭവിച്ചു, എന്തിലാവട്ടെ, വേറെ ആളുടെ ആവശ്യമല്ലേ, അയാൾ എന്ത് വിളിച്ചു എന്ന് വിചാരിക്കുള്ളൂ. അങ്ങനെയും ഈ ഫിറോസും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും അതേപോലെ സുധിയുടെ കുടുംബത്തെ സഹായിച്ചവരൊക്കെ വിചാരിക്കുന്ന ഞാൻ കരുതുന്നത്. പക്ഷേ ആ മനസ്സിനുണ്ടാകുന്ന മടുപ്പുണ്ടല്ലോ. പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞില്ല, ആ കട്ടപ്പണിയെടുത്ത് വൈകുന്നേരം അന്നത്തെ അപ്പത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ആളുകൾ, ഞങ്ങളുടെ കയ്യിൽ പൈസയില്ല എന്നാലും ഞങ്ങളെ സഹായിക്കാം എന്ന് പറഞ്ഞ് ഒരു 5-6 ദിവസം അവിടെ ഫ്ലോർ ചെയ്യാൻ അതുള്ള കാര്യങ്ങൾ നിന്നാൽ അവർക്കുണ്ടാകുന്ന വേദന അത് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്ന എനിക്കറിയില്ല. കാരണം എന്നറിയാവോ, ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനെ തുറന്ന മനസ്സോടെ ഇറങ്ങിത്തിരിക്കുന്ന പിള്ളേരെ. അവരുടെയൊക്കെ ഉള്ളിൽ കിടക്കുന്ന വേദനയ്ക്ക് നിങ്ങൾ മറുപടി പറയാതെ പോകില്ല. കാലം അതിനൊന്നും കണക്ക് പറയാതെ പോകില്ല രേണു. പക്ഷേ നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ ഈ വിഷയത്തിൽ ഈ വ്യക്തിയോട്, ഇതിനൊപ്പം നിന്നവരോടൊക്കെ പരസ്യമായി മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമുണ്ട്. അത് ചെയ്യണം. അത് ചെയ്യാനുള്ള ബാധ്യത നിങ്ങൾക്കുണ്ട്. അത് ചെയ്തില്ല എങ്കിൽ നിങ്ങൾ ഇതുവരെ കാണിച്ചു കൂട്ടിയതിൽ ഏറ്റവും വൃത്തികെട്ട കാര്യമായിരിക്കും ഇപ്പൊ നിങ്ങൾ ഈ ചെയ്യുന്നത്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? കമന്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം എന്നൊക്കെ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.